നമസ്കാരം. ഒരു കൈകൊണ്ട് അറുത്തുമാറ്റി പുറത്തിറങ്ങാൻ കഴിയുന്നത്ര നിസാരമാണോ കേരളത്തിലെ തടവറകളും ജയിലുകളും? ബലാത്സംഗ കൊലപാതക കേസിലെ കൊടും ക്രിമിനലുകൾ ഇങ്ങനെ ജയിൽ ചാടിയാൽ സാധാരണക്കാർ എന്ത് വിശ്വസിച്ച് സ്വൈര്യമായി ഉറങ്ങണം? കാവലാവേണ്ടവർ കണ്ണടച്ചാൽ ഇനിയും ഗോവിന്ദചാമിമാർ പുറത്തു ചാടും. സസ്പെൻഷൻ കൊണ്ട് പരിഹരിക്കുമോ ജയിൽ സിസ്റ്റത്തിലെ തകരാറുകൾ? ടോപ് 10 സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കൊടും കുറ്റവാളി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി മണിക്കൂറുകൾക്കകം പിടിയിൽ. കസ്റ്റഡിയിലായത് തളാപ്പ് ആശുപത്രി വളപ്പിലെ കിണറ്റിൽ നിന്ന്. പിടികൂടിയത് 6 മണിക്കൂറിന് ശേഷം. നാട്ടുകാരുടെ മൊഴി നിർണായകമായി. ജയിലിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെന്നും ഗോവിന്ദചാമിയെ തൂക്കിലേറ്റണമെന്നും സൗമ്യയുടെ അമ്മ. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദത്തിൽ മുതിർന്ന CPM നേതാവ് പിരപ്പൻകോട് മുരളി നടത്തിയ പരാമർശത്തിനെതിരെ MV ഗോവിന്ദൻ. പരാമർശം അസംബന്ധവും തോന്നിയാസവുമാണെന്ന് പിരപ്പൻകോടിന് പാർട്ടി അംഗത്വം പോലുമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. MV ഗോവിന്ദൻ പദവിയുടെ മാന്യത പുലർത്തണമെന്ന് പിരപ്പൻകോട് മുരളിയുടെ മറുപടി. പാർട്ടിയെ ഉപയോഗിച്ച് നയാ പൈസ സമ്പാദിച്ചിട്ടില്ലെന്നും പിരപ്പൻകോട് അമൃത ന്യൂസിനോട്. സംസ്ഥാനത്ത് പലയിടത്തും കാറ്റും മഴയും ശക്തം. ഇന്നും നാളെയും 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മധ്യകേരളത്തിൽ ശക്തമായ കാറ്റ്, മരങ്ങൾ വീണ് കനത്ത നാശനഷ്ടം. ഇടുക്കിയിലും പത്തനംതിട്ടയിലും മരം വീണ് 2 പേർ മരിച്ചു. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. നാളെ കോട്ടയം, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. റെയിൽവേയുടെ പാർക്കിംഗ് ഫീസ് വർധനവിൽ വലഞ്ഞ യാത്രക്കാർ. 30% വരെ നിരക്ക് വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന ആവശ്യം. വാഹനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നില്ലെന്നും പരാതി. ടോപ് 10 സ്പെഷ്യൽ. സ്കൂൾ സമയമാറ്റത്തിലെ തർക്കത്തിൽ സമവായം. സർക്കാരിന് വഴങ്ങി സമസ്ത. രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് അധികമായി എടുക്കാനുള്ള തീരുമാനത്തെ ഭൂരിഭാഗം പേരും സ്വാഗതം ചെയ്തുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സർക്കാർ വിളിച്ച ചർച്ചയിൽ പങ്കെടുത്തത് വിവിധ മതസംഘടനാ പ്രതിനിധികൾ. പരാതിയുള്ളവർക്ക് കോടതിയിൽ പോകാമെന്നും മന്ത്രി. കാത്തിരിപ്പിനൊടുവിൽ ഉലകനായകൻ രാജ്യസഭയിൽ. മക്കൾ നീതി മയ്യം പ്രസിഡന്റുമായ കമലഹാസൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴിൽ സത്യപ്രതിജ്ഞ ചൊല്ലി തെന്നിന്ത്യൻ താരം. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിക്കുമെന്ന് കമലഹാസൻ. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് മികച്ച ലീഡിലേക്ക്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 500 കടന്നു. ജോ റൂട്ടിന് സെഞ്ചുറി. മാലദ്വീപിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. നാളെ നടക്കുന്ന 60-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയാകും. മോദിയുടേത് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു അധികാരമേറ്റ ശേഷം ഒരു വിദേശ രാഷ്ട്രത്തലവൻ നടത്തുന്ന ആദ്യ സന്ദർശനം. സ്റ്റോറി ഓഫ് ദി ഡേ. നേരറിയാൻ നേരിട്ടറിയാൻ കുരുന്നുകൾ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമി പിടിയിൽ. പിടികൂടിയത് തളാപ്പ് ആശുപത്രി വളപ്പിലെ കിണറ്റിൽ നിന്നാണ്. കസ്റ്റഡിയിലാകുന്നത് 6 മണിക്കൂറിന് ശേഷം. നാട്ടുകാരുടെ മൊഴി നിർണായകമായി. സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 4 പേരെ സസ്പെൻഡ് ചെയ്തു. ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയൂരിലേക്ക് മാറ്റും. മോഷണം നടത്തി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയെന്ന് ഗോവിന്ദചാമിയുടെ മൊഴി. ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരായ സഞ്ജയ്, അഖിൽ, നൈറ്റ് ഓഫീസർ റിജോ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് ജയിൽ മേധാവി തന്നെ തുറന്നു പറഞ്ഞു. കണ്ണൂർ റേഞ്ച് DIG വി ജയകുമാർ സംഭവം അന്വേഷിക്കുമെന്നും ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ വ്യക്തമാക്കി. അതീവ സുരക്ഷയുള്ള കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന 10-ാം ബ്ലോക്കിലെ സെൽ നമ്പർ 4-ൽ നിന്നും കമ്പി മുറിച്ച് അനായാസം ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് ജയിൽ അധികൃതർക്ക് തെല്ലൊന്നുമല്ല അവമതിപ്പുണ്ടാക്കുന്നത്. അർദ്ധരാത്രി 1:10-നാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയതെങ്കിൽ അധികൃതർ ഈ വിവരം അറിഞ്ഞത് തന്നെ 5 മണിക്കൂർ കഴിഞ്ഞാണ്. രാവിലെ പരിശോധനയ്ക്കിടെയാണ് ഗോവിന്ദചാമി സെല്ലിലില്ലെന്ന വിവരം മനസ്സിലായത്. കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല. അത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ്. ഏകദേശം 20 ദിവസത്തിന് മുകളിലുള്ള തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത്. ഇടത് കൈപ്പത്തിയില്ലാത്ത ഗോവിന്ദചാമി ലുങ്കി കൊണ്ട് വടമുണ്ടാക്കി 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടി കടന്നു.
അതേസമയം ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിച്ചുമില്ല. കൃത്യമായ ഇടവേളകളിലെ പരിശോധന, CCTV ഇതൊന്നും ഗോവിന്ദചാമിക്ക് ബാധകമായില്ല. എന്നാൽ ജയിൽ ചാടി മണിക്കൂറുകൾ മാത്രമാണ് ഗോവിന്ദചാമിക്ക് പുറത്തു കഴിയാനായത്. ചിലർ ഇയാളെ തിരിച്ചറിയുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തതോടെ ജയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്കുന്നിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിലുള്ള തളാപ്പിൽ നിന്നും പിടിയിലാവുകയായിരുന്നു. ആളൊഴിഞ്ഞ പുരയിടത്തിൽ ഒളിച്ചു നിൽക്കുന്നതിനിടെ പോലീസ് വരുന്നുവെന്ന് മനസ്സിലായപ്പോൾ ഗോവിന്ദചാമി ഓടി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസിന്റെ കിണറിൽ ചാടിയ ഗോവിന്ദചാമിയെ പോലീസ് കിണറ്റിൽ നിന്നും വലിച്ചെടുത്തു. CPM തടവുകാരുടെ സുഖവാസം ഉൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തുവന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുമുള്ള ഗോവിന്ദചാമിയുടെ ചാട്ടം പ്രതിപക്ഷവും ആയുധമാക്കുകയാണ്. ഇതിനു കൂടെ മറുപടി പറയേണ്ട അവസ്ഥയിലാണിപ്പോൾ സർക്കാർ. അമൃത ന്യൂസ്, കണ്ണൂർ. കൂടുതൽ വിശദാംശങ്ങളുമായി MM രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, കേരളം ഇന്ന് ഞെട്ടലോടെ കേട്ട വാർത്തയാണ് ഈ കൊടും കുറ്റവാളി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിയത്. അതും 1 മാസത്തോളം നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ്. പക്ഷേ അതിസാഹസികമായി 6 മണിക്കൂർ കൊണ്ട് പിടികൂടി. ഇന്ന് അയാളെ പിടികിട്ടിയില്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയേറെ സുരക്ഷയുള്ള കേരളത്തിലെ ഒരു നമ്പർ 1 ജയിലിൽ നിന്ന് ഇതുപോലൊരു കൊടും ക്രിമിനൽ പുറത്തു വരുമ്പോൾ ബാക്കിയാവുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ്. അതെ, ഗോവിന്ദചാമിയുടെ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് എത്ര കാലത്തെ ഒരു ആസൂത്രണം വേണ്ടിവരും ഈ ജയിൽ ചാട്ടത്തിന് എന്നുള്ളതാണ് പ്രാഥമികമായി. നമ്മളൊന്ന് ആലോചിക്കുക, ജയിലിൻ്റെ ഇരുമ്പഴി അത് എത്രമാത്രം ശക്തമായിരിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം നമ്പർ ബ്ലോക്ക് എന്ന് പറയുന്നത് കൊടും കുറ്റവാളികളെ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷ അനുഭവിക്കുന്നവരെ താമസിപ്പിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ഈ നമ്പർ 4 എന്ന് പറയുന്നതാണ് സെല്ല്. ഈ കമ്പി മുറിക്കാനെടുക്കുന്ന സമയം 2 കമ്പി മുറിച്ചു മാറ്റി എന്ന് പറയുന്നു, അതിനെടുക്കുന്ന സമയം. ഒപ്പം തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പരിശോധിക്കപ്പെടുന്നില്ല. മുണ്ട് കെട്ടിക്കൊണ്ട് വടമാക്കിക്കൊണ്ട് ഈ ഇടത് കൈയില്ലാത്ത ഗോവിന്ദചാമി 7.5 മീറ്ററുള്ള മതിൽ ചാടി കടക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതിന് എത്രമാത്രം ആസൂത്രണം വേണ്ടിവരുമെന്നുള്ളതാണ്. ഇതിന് പുറത്തു നിന്നാരുടെയെങ്കിലും സഹായം കിട്ടിക്കാണുമോ? ജയിൽ അധികൃതർ ഇത്തരം സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ എവിടെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് ബാക്കിയാവുന്നത്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ജയിൽ നമ്മൾ കേൾക്കുമ്പോൾ ഒരു ശിക്ഷ ലഭിച്ചാൽ കിടക്കാവുന്ന സ്ഥലം അല്ലെങ്കിൽ അത്രമാത്രം കർശന നിരീക്ഷണമുള്ള സ്ഥലം എന്നുള്ളതാണ് നമ്മുടെ ധാരണ. എന്നാൽ ജയിൽ അങ്ങനെയല്ലെന്ന് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം മുൻകാലമെല്ലാം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. പ്രത്യേകിച്ച് 2013 TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികൾ ഫേസ്ബുക്ക് ഉൾപ്പെടെ അത്യാധുനിക മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് വാർത്തയാവുകയും അത്തരത്തിൽ കൊടിസുനി ഉൾപ്പെടെയുള്ള TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ജയിൽ മാറ്റുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് വിയ്യൂരിലേക്കാണ് മാറ്റുന്നത്. ഈ വിയ്യൂർ ജയിലിൽ നിന്നും കൊടിസുനി ഭക്ഷണത്തിൻ്റെ പേരിൽ അടിയുണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. തവനൂരിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. ഈ തവനൂരിൽ നിന്നും ഒപ്പം തന്നെ ജോലി ചെയ്യാതെ കൊടിസുനിക്ക് 4000 രൂപ അവിടെ നിന്നും ശമ്പളം കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഇഷ്ടമുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയിലിൽ നിർലോഭം എത്തുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലും സമാനമായിട്ടുള്ള ഇത്തരം വാർത്തകളെല്ലാം തന്നെ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. അതായത് ഗോവിന്ദചാമിക്കും അല്ലെങ്കിൽ ജയിലിലുള്ള തടവ് പുള്ളികൾക്കും ജയിൽ അധികൃതർക്കും തമ്മിലുള്ള ബന്ധമാണ് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല, ഇത് അവസാനത്തെ സംഭവം ആവുകയുമില്ല. ഗോവിന്ദചാമി എങ്ങനെ ജയിൽ ചാടി, സഹായിക്കാൻ ആരൊക്കെയാണ് കൂട്ടുനിന്നത്, 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമായോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MM രാഗേഷ്. കൊടും കുറ്റവാളി ഗോവിന്ദചാമി കണ്ണൂർ ജയിൽ ചാടിയ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി. നാളെ രാവിലെ 11 മണിക്കാണ് യോഗം. ആഭ്യന്തര സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും ജയിൽ മേധാവിയും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ ജയിലുകളുടെ നിലവിലെ സാഹചര്യവും സുരക്ഷാ ക്രമീകരണങ്ങളും ചർച്ചയാകും. സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും ഇത്രയേറെ പ്രതിരോധത്തിലാക്കിയ മറ്റൊരു സംഭവം സമീപകാലത്തുണ്ടായിട്ടില്ല. സംസ്ഥാനത്തെ ജയിലുകളുടെ സുരക്ഷിതത്വം എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന ചോദ്യമുയർത്തി ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിലാകുമ്പോഴാണ് ഉന്നതതല യോഗം മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയും ആഭ്യന്തര സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുക്കും. TP ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെ രാഷ്ട്രീയ തടവുകാർ സർവ്വസ്വാതന്ത്ര്യവും അനുഭവിച്ച് കണ്ണൂർ ജയിലിൽ കഴിയുന്നത് ഉയർത്തിക്കാട്ടി നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം നിരവധി തവണയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അന്നൊക്കെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശക്തമായ പ്രതിരോധവും തീർത്തിരുന്നു. ഇക്കാര്യത്തിലും ജയിലിനകത്ത് ഗോവിന്ദചാമിക്ക് കിട്ടിയിട്ടുള്ള പിന്തുണയും സഹായവും തന്നെയാണ് പ്രതിപക്ഷം ആരോപണ വിധേയമാക്കുന്നത്.
അതേസമയം സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നും ജാഗ്രത വേണമെന്നും CPM നേതൃത്വവും ചൂണ്ടിക്കാട്ടുന്നു. ചാടിയുണ്ടെങ്കിൽ വീഴ്ച പറ്റുന്നില്ല, ഇതിൻ്റെ അർത്ഥം പിടിച്ചു എന്നുള്ളത് കൊണ്ട് അത്രയേ ഉള്ളൂ എന്നുകൊണ്ട് അത്രയേ ഉള്ളൂ. വീഴ്ചയില്ലാതെ ചാടാൻ പറ്റുമോ? അത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിജാഗ്രതയോടെ അതിനെ കൈകാര്യം ചെയ്തു പോവുക. അതാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തത്. പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ ജയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്നതിനപ്പുറം സുരക്ഷാ വീഴ്ചയിൽ എന്ത് നടപടിയെടുക്കണമെന്നതും സംസ്ഥാനത്തെ ജയിലുകളുടെ ആകെ സുരക്ഷയിൽ അവലോകനവും യോഗത്തിലുണ്ടാകും. ആഭ്യന്തര വകുപ്പിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടിയും യോഗം സ്വീകരിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഗുരുതര ആരോപണമാണ് ജയിൽ അധികൃതർക്ക് നേരെ ഉയരുന്നത്. കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് കുറ്റവാളികളാണെന്ന് പ്രതിപക്ഷ നേതാവും ഗോവിന്ദചാമിയെ ഇനിയും നിയമത്തിന് കൊടുക്കരുതെന്ന് സൗമ്യയുടെ അമ്മയും പ്രതികരിച്ചു. ഗോവിന്ദചാമി ജയിൽ ചാടിയത് അവിശ്വസനീയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. P ജയരാജനെ ജയിൽ ഉപദേശക സമിതി അംഗമാക്കിയത് ഇതിനൊക്കെ വേണ്ടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഒറ്റ കൈ പിടിച്ചത് ചാടി എന്ന് പറയുന്ന അത്ഭുതം മറ്റേ ടാർസന്റെ സിനിമയെ പോലും നമ്മൾ കണ്ടിട്ടില്ല. ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ കുഴപ്പം. സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ആ ജയിലിലുണ്ട്. ഗോവിന്ദചാമിയും കൂടി ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നതെന്ന് ഇന്നാണ് മനസ്സിലായത്. അവരെയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് തന്നെ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. സ്വയം പ്രേരണയാലാണ് ജയിൽ ചാടിയതെന്ന് വിശ്വസിക്കാൻ സാഹചര്യ തെളിവുകളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നതതലത്തിൽ അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെടുകയും സ്വയം പ്രേരണയാൽ മാത്രമാണ് ജയിൽ ചാടിയെന്ന് വിശ്വസിക്കാൻ സാഹചര്യ തെളിവുകളൊന്നും നമ്മളെ അനുവദിക്കുന്നില്ല. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെ കണ്ണൂർ ജയിലിലെ CPMകാരായ പ്രതികളുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ടെന്ന് BJP നേതാവ് V മുരളീധരൻ അഭിപ്രായപ്പെട്ടു. പ്രതിയുടെ ജയിൽ ചാട്ടം, ഈ ജയിൽ ചാട്ടവും കണ്ണൂർ ജയിലിലുള്ള CPMകാരായിട്ടുള്ള പ്രതികളും ഇത് രണ്ടും ചേർത്ത് വായിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കണ്ണൂർ പോലെയുള്ള അതീവ സുരക്ഷാ ജയിലിൽ നിന്നും ആരുടെയെങ്കിലും സഹായമില്ലാതെ ഗോവിന്ദചാമി ജയിൽ ചാടില്ലെന്ന് സൗമ്യയുടെ അമ്മ സുമതി പ്രതികരിച്ചു. ഗോവിന്ദചാമിയെ ഇനിയും നിയമത്തിന് കൊടുക്കരുതെന്നും അയാളെ തൂക്കിക്കൊല്ലണമെന്നും അവർ കൂട്ടിച്ചേർത്തു. പക്ഷെ ജയിലിൽ ചാടാൻ ഇവിടെ ഈ ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ലാതെ എന്തായാലും നടക്കില്ല. ഇവന് തൂക്കുകയർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇവന് തൂക്കുകയർ. എന്നാൽ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ജയിൽ വകുപ്പിന്റെ വീഴ്ചയല്ലെന്ന് ഉപദേശക സമിതി അംഗം P ജയരാജനും പ്രതികരിച്ചു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക്, അമൃത TV. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ആഞ്ഞടിച്ച് പിരപ്പൻകോട് മുരളി. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പദവിയുടെ മാന്യത പുലർത്തണമെന്ന് പിരപ്പൻകോട് മുരളി അമൃത വാർത്തകളോട് പറഞ്ഞു. പാർട്ടിയെ ഉപയോഗിച്ച് നയാ പൈസ ഉണ്ടാക്കിയിട്ടില്ലെന്നും തന്റെ ബാങ്ക് ബാലൻസ് MV ഗോവിന്ദന് പരിശോധിക്കാമെന്നും വെല്ലുവിളിച്ചു. പണത്തിനു വേണ്ടി പുസ്തകം എഴുതുന്നവർ പ്രചാരണത്തിനു വേണ്ടി അസംബന്ധവും തോന്നിവാസവും പറയുന്നു എന്നായിരുന്നു പിരപ്പൻകോട് മുരളിക്കെതിരെ MV ഗോവിന്ദന്റെ വിമർശനം. വിയോഗ സമയത്ത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന പഴയകാല CPM നേതാവായ പിരപ്പൻകോട് മുരളി നടത്തിയ വെളിപ്പെടുത്തലാണ് വിവാദമായത്. 2012 സംസ്ഥാന സമ്മേളനത്തിൽ എഴുത്തുകാരനായ യുവനേതാവ് VS-നെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന് പറഞ്ഞിരുന്നതായി പിരപ്പൻകോട് മുരളി വെളിപ്പെടുത്തിയിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയാകുമ്പോഴാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതിരൂക്ഷ വിമർശനം നടത്തിയത്. ഇമാതിരി അസംബന്ധം പറയുന്ന കുറേണ്ണുണ്ട്. പാർട്ടി മെമ്പർഷിപ്പൊന്നും പോയി പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടി പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന് പ്രചാരവേല കിട്ടാൻ വേണ്ടി ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തികച്ചും തെറ്റായ പ്രചാരവേല. ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പദവിയുടെ മാന്യത പുലർത്തണമെന്നും തന്റെ പൊതുജീവിതത്തിൽ പാർട്ടി ഉപയോഗിച്ച് നയാ പൈസ ഉണ്ടാക്കിയിട്ടില്ലെന്നും ബാങ്ക് ബാലൻസ് പരിശോധിക്കാമെന്നും പിരപ്പൻകോട് മുരളി ആഞ്ഞടിച്ചു. MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ അമൃത വാർത്തകളോടായിരുന്നു പിരപ്പൻകോടിന്റെ ആദ്യ പ്രതികരണം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ എഴുതുന്നത് അത് ധനസമ്പാദനത്തിനുള്ള മാർഗമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ബാങ്ക് ബാലൻസും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കാൻ അങ്ങേക്ക് തരാം. ഒരു നയാ പൈസയെങ്കിലും 10 വർഷം MLAയും 5 വർഷം പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതൊഴിച്ച് 1 സെൻറ്റ് ഭൂമിയെങ്കിലും എനിക്ക് അധികം ഉണ്ടെങ്കിൽ, ഒരു 10 പൈസയെങ്കിലും എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് കാണിച്ചാൽ
തീർച്ചയായും ഞാൻ അത് മുഴുവൻ പാർട്ടിക്ക് ബഹുജനങ്ങൾക്ക് സംഭാവന ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. സമ്മേളന സമയത്ത് യുവനേതാവ് ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ കാര്യം പറഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തൊട്ടടുത്ത ദിവസം VS മറുപടി പ്രസംഗത്തിൽ അക്കാര്യം എടുത്തു പറഞ്ഞതെന്നും പിരപ്പൻകോട് മുരളി ചൂണ്ടിക്കാട്ടുന്നു. ഗോവിന്ദമാഷ ഞാൻ പറഞ്ഞ അസംബന്ധമാണ്, ശുദ്ധ തോന്നിവാസമാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് മാത്രം പറയുകയാണ്. അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ സമാപന സമ്മേളനത്തിൽ ഈ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ സഖാവ് VSൻ്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു, മറുപടി പ്രസംഗം. ആ പ്രസംഗത്തിൽ കൃത്യമായി പേര് പറഞ്ഞിട്ടില്ല. ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഏത് ചാനലുകാരോട് ചോദിച്ചാലും അവർ അത് റീപ്ലൈ ചെയ്തു തരും. 80 വയസ്സ് പ്രായപരിധിയുടെ പേര് പറഞ്ഞ് 76 വയസ്സ് മാത്രമുള്ള തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ 90 വയസ്സ് പിന്നിട്ടവരും കമ്മിറ്റിയിൽ തുടർന്നിരുന്നു. ഇത് എന്ത് അസംബന്ധവും തോന്നിയവാസവുമാണെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കണമെന്നും പിരപ്പൻകോട് മുരളി ചോദിക്കുകയാണ്. ആൻഫ്ലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ വർഷം മുതൽ സ്കൂൾ സമയമാറ്റം നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സമസ്ത അടക്കമുള്ള സംഘടനകളുടെ എതിർപ്പ് തള്ളിയാണ് തീരുമാനം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. 2025 മെയ് 31 സർക്കാർ ഉത്തരവ് പ്രകാരം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ 198 പ്രവൃത്തി ദിനങ്ങളാണ് വേണ്ടത്. 5-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ 200 പ്രവൃത്തി ദിനങ്ങളും 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ 204 പ്രവൃത്തി ദിനങ്ങളും വേണം. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഈ അധ്യയന വർഷത്തെ കലണ്ടർ തയ്യാറാക്കിയത്. LP വിഭാഗം കുട്ടികൾക്ക് അധിക പ്രവൃത്തി ദിനമില്ലാതെയും UP വിഭാഗം കുട്ടികൾക്ക് ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനം വരാതെ 2 ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് 6 ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിയുമാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിന് വെള്ളിയാഴ്ച ഒഴികെയുള്ള 166 പ്രവൃത്തി ദിനങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 15 മിനിറ്റും ഉച്ചകഴിഞ്ഞ് 15 മിനിറ്റും അധിക പ്രവൃത്തി സമയം ഉൾപ്പെടുത്തി ക്ലാസുകൾ ക്രമീകരിക്കും. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ പുതുക്കിയ സമയക്രമം രാവിലെ 9:45 മുതൽ ഉച്ചയ്ക്ക് ശേഷം 4:15 വരെയുമാണ്. പുതുക്കിയ സമയക്രമം ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. അടുത്ത അക്കാഡമിക് ഇയറിൽ ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണ്. അടുത്ത അക്കാഡമിക് ഇയറിൽ ഈ പ്രശ്നമല്ല, ഇനി വേറെ ഏതെങ്കിലും പ്രശ്നം ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണെങ്കിൽ ചർച്ച ചെയ്യും. ഇത് മാത്രമല്ല, ഏത് വിഷയമാണോ ചർച്ച ചെയ്യാം. വിവിധ സംഘടനകളുമായി സമയക്രമീകരണത്തിൽ മന്ത്രി ഇന്ന് ചർച്ച നടത്തിയിരുന്നു. സമയക്രമീകരണ വിഷയത്തിൽ പല കോണുകളിൽ നിന്നും അഭിപ്രായ ഭിന്നത ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ചർച്ച. സമസ്ത അടക്കമുള്ള സംഘടനയോട് സാഹചര്യം വ്യക്തമാക്കിയെന്നും പരാതിയുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. റെയിൽവേയുടെ പാർക്കിംഗ് ഫീസ് വർധനവിൽ വലഞ്ഞ യാത്രക്കാർ. 20 മുതൽ 30% വരെയാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് നിരക്ക് വർദ്ധിപ്പിച്ചത്. നിരക്ക് വർധനവിൽ ഇളവ് വരുത്തണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ഭീമമായ നിരക്ക് വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ഥിരം യാത്രക്കാരെയാണ്. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വാഹനം വെച്ച് ജോലിക്ക് പോയി മടങ്ങിയെത്തുമ്പോൾ റെയിൽവേ ടിക്കറ്റിനേക്കാൾ ഇരട്ടി തുകയാണ് യാത്രക്കാർക്ക് പാർക്കിങ്ങിനായി നൽകേണ്ടി വരുന്നത്. എറണാകുളം നോർത്ത്, സൗത്ത് എന്നീ സ്റ്റേഷനുകളിൽ സാധാരണ പാർക്കിങ്ങും പ്രീമിയം പാർക്കിങ്ങും റെയിൽവേ ഒരുക്കുന്നുണ്ട്. ഒരു ദിവസം സാധാരണ പാർക്കിങ്ങിന് 30 രൂപയും പ്രീമിയം പാർക്കിങ്ങിന് 150 രൂപയുമാണ് ബൈക്കിന് ഈടാക്കുന്നത്. എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്കും കോട്ടയത്തേക്കും 20 രൂപ മാത്രമേ ജനറൽ ടിക്കറ്റിന് വേണ്ടി വരുന്നുള്ളൂ എന്ന സാഹചര്യത്തിലാണ് ഇത്. ഈ കോട്ടയം വരെ നമുക്ക് യാത്ര നടത്താൻ 20 രൂപ മതി. പക്ഷെ ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ 80 രൂപ ഒരു മണിക്കൂറിന് കൊടുക്കണം. അപ്പോൾ അത് യാത്രക്കാരായ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. കാർക്കുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ ബൈക്കിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഇരുചക്ര വാഹനങ്ങൾ 2 മണിക്കൂർ പാർക്ക് ചെയ്യാൻ നേരത്തെ 5 രൂപയായിരുന്നു. ഇപ്പോൾ 10 രൂപ നൽകണം. 3 വീലറും 4 വീലറും 2 മണിക്കൂറിന് 30 രൂപയാണ് ഫീസ്. നേരത്തെ രണ്ടിനും വ്യത്യസ്ത നിരക്കായിരുന്നു. ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രതിമാസം 200 രൂപയായിരുന്നു പാർക്കിംഗ് ഫീസെങ്കിൽ ഇപ്പോൾ 600 രൂപ നൽകണം. പാർക്കിംഗ് ഫീസ് വർധനവ് കുറക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് അപ്രൈസ് കൊടുത്തിട്ടുണ്ട്, അതിനിത് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോഴേ ചാർജ് കൂട്ടിയേക്കണം. അപ്പോൾ ചാർജ് കുറച്ച് തന്നെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. മഴയും വെയിലും കൊള്ളും. എന്തെങ്കിലും ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ ഉത്തരവാദിത്വം നേക്കൂല. നമ്മൾ സഹിച്ചോളണം. എന്തെങ്കിലും ചിലർ വണ്ടിയിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും. അതൊന്നും അവർ ഇത് നമ്മുടെ സഹിച്ചു. അത് വേറെ ഉത്തരവാദിത്വം അവർക്കൊന്നുമില്ല. പൈസ മേടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇവർക്കിത്. ഇത്ര കാശ് മേടിക്കാതെ ട്രെയിൻ യാത്ര ചെയ്യാൻ വേണ്ടി ഇത്ര തന്നെ ഉള്ളൂ. കോട്ടയം എറണാകുളം 30 രൂപ ഉള്ളൂ. ഇപ്പോൾ പാർക്കിംഗ് ചെയ്യാൻ 80 രൂപ മേടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് സുരക്ഷ ഉറപ്പു നൽകാൻ സാധിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്.
ഹെൽമറ്റ് പോലുള്ളവ സൂക്ഷിക്കണമെങ്കിൽ വേറെ ഫീസ് നൽകി ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കണം. നിരക്ക് വർധനവിനെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇത് ഗൗരവത്തിലെടുക്കാൻ റെയിൽവേ തയ്യാറായിട്ടില്ല. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. പാർക്കിംഗ് നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ വാഹനങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പുവരുത്തുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. പ്രതികരണങ്ങൾ കാണാം. അന്യായമായ ഒരു ചാർജാണ് ഈടാക്കുന്നതെന്നുള്ളത് പലരും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്കും അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് റെയിൽവേ അധികാരികൾ അതൊന്ന് ശ്രദ്ധിച്ച് അതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. നമുക്ക് ഒരു പാസഞ്ചർ എന്നുള്ള നിലയിൽ നമുക്കുണ്ട്. ഈ ഒരു സർവീസ് റോഡാണ് നേരെ ചെന്ന നമ്മുടെ ചോറ്റാനിക്കര തിരുവാങ്കുളം ആ റോഡിലോട്ട് വന്ന് കയറുന്നത്. ഈ വണ്ടികൾ കാരണം തന്നെ അവിടെ കയറാനും വളയാനും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റെഗുലർലി ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ട്. സ്വന്തം വീട് ആലപ്പുഴയാണ്. ഈ ഭാഗം ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ ഒരു പാരൽ റോഡ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കേക്കോട്ടയിലോട്ട് പോകുന്നതാണ്. അത് മുഴുവൻ ജാമായിരിക്കും. സ്ഥലമുണ്ടല്ലോ, അവരെടുക്കുന്നില്ലല്ലോ. വഴി മേടിച്ചത് 30 രൂപയാണ്. കാലത്ത് ഞാനൊരു 10 മണിക്ക് പോയി സമയമായി. ഇതിനെക്കുറിച്ച് സംസാരിക്കുകയെങ്കിൽ ഒരു 15 രൂപ 30 രൂപയാണ് മേടിക്കുന്നത്. സൗകര്യം എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നനയും. മിസ്സിംഗ് ഒക്കെ ഉണ്ട് വണ്ടിക്കിടയ്ക്ക്. അങ്ങനെ ഒരു വിഷയമുണ്ട്. ചാർജ് ഇപ്പോൾ ഒരു മണിക്കൂറിന് 10 രൂപ ചാർജ് പറഞ്ഞു. ഒരു മണിക്കൂറിന് 10 രൂപ. അതിപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കിപ്പോൾ 30 രൂപ. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, ഈ മാസം 1 മുതലാണ് ഈ പുതുക്കിയ പാർക്കിംഗ് ഫീസ് നിലവിൽ വരുന്നത്. നമുക്കറിയാം 2017 ശേഷമാണ് ഈ റെയിൽവേയിലെ പാർക്കിങ്ങിൽ ഒരു പരിഷ്കാരം ഉണ്ടാകുന്നത്. പക്ഷേ ഇത് സാധാരണക്കാരായ യാത്രക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സീസൺ യാത്രക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. റെയിൽവേ എന്നാൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ഒരു വർധന എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി എന്ത് നടപടിയാണ് പ്രതീക്ഷിക്കേണ്ടത് സാധാരണക്കാരായ യാത്രക്കാർ? റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിങ്ങിനായിട്ട് 20 മുതൽ 30% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ഥിരം യാത്രക്കാരെയാണ്. ഒരാൾക്ക് ഒരു ദിവസം രാവിലെ വാഹനം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജോലിക്ക് പോയി മടങ്ങി എത്തുമ്പോൾ നേരത്തെ നൽകിയതിനേക്കാൾ ഇരട്ടിയിലധികം രൂപ പാർക്കിംഗ് ഫീസ് ഇനത്തിൽ നൽകേണ്ടി വരുന്നു എന്നൊരു പരാതി തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. റെയിൽവേ ടിക്കറ്റിനേക്കാൾ ഇരട്ടി തുകയാണ് പാർക്കിംഗ് ഫീസ് ഇനത്തിൽ ഈടാക്കുന്നത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അതായത് കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്കോ ആലപ്പുഴയിലേക്കോ ഒരാൾക്ക് ജനറൽ ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ 20 രൂപ മാത്രം ചിലവ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വാഹനം പാർക്ക് ചെയ്ത് പോകുമ്പോൾ സാധാരണ പാർക്കിങ്ങിലാണെങ്കിൽ 30 രൂപയും പ്രീമിയം പാർക്കിങ്ങിലാണെങ്കിൽ 150 രൂപയും നൽകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. എറണാകുളത്ത് നോർത്തിലും സൗത്തിലും പ്രീമിയം പാർക്കിങ്ങും സാധാരണ പാർക്കിംഗ് എന്നീ 2 തരത്തിലാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ രണ്ടിലും വ്യത്യസ്തമായ നിരക്കാണ് ഉണ്ടായിരിക്കുന്നത്. പ്രീമിയം പാർക്കിങ്ങിലെ തുകയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു ദിവസത്തെ പാർക്കിങ്ങിന് 2 വീലറിന് 150 രൂപയാണ് പ്രീമിയം പാർക്കിങ്ങിൽ നൽകേണ്ടി വരുന്നത്. ഏതായാലും ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാരെ, സ്ഥിരം യാത്രക്കാരെ തന്നെയാണ്. നേരത്തെ ഒരു മാസത്തേക്കുള്ള ഫീസ് 2 വീലറുകൾക്ക് 200 രൂപയാണ് സാധാരണ പാർക്കിങ്ങിൽ നൽകേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പോഴത് 600 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് വലിയൊരു അടി തന്നെയാണ് സ്ഥിരം യാത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ പാർക്കിംഗ് ഫീസ് ഇനത്തിലുള്ള വർധനവ് അത് കുറക്കണമെന്നുള്ളൊരു ആവശ്യം പലതവണയായിട്ട് യാത്രക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യാത്രക്കാർ ഈ കാര്യങ്ങൾ റെയിൽവേ അധികൃതർക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു ഇടപെടൽ നടത്താനായിട്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ ഈ പരാതികൾ ലഭിച്ചിട്ടുണ്ട്, പരാതികൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ ഫീസ് വർധനവിൽ ഒരു ഇളവ് വരുത്താനായിട്ട് റെയിൽവേ ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. ശരി, പുതുക്കിയ ഫീസ് വർധനവിൽ ഇളവ് വരുത്തണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഇവരും ഉറ്റുനോക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാറ്റും മഴയും കണക്കിലെടുത്ത് എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടുമാണ്. ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. തിങ്കളാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെന്നിന്ത്യൻ താരവും മക്കൾ നീതി മയ്യം പ്രസിഡന്റുമായ കമലഹാസൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. மாநிலங்கள் அவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்டிருக்கும் കമൽഹാസൻ എന്നും ഞാൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതി മയ്യം വിട്ടുനിൽക്കാൻ തീരുമാനിച്ചെങ്കിലും ഭരണകക്ഷിയായ DMKയ്ക്ക് പിന്തുണ നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് DMK കമൽഹാസന് രാജ്യസഭാ സീറ്റ് നൽകിയത്. രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് കമൽഹാസൻ പറഞ്ഞു. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് എനിക്ക് കൊടുക്കപ്പെട്ടിരിക്കും, ഇന്ത്യനാக எனக்கு கொடுக்கப்பட்டிருக்கும் மரியாதையும் கடமையும் நான் செய்ய போகிறேன் என்பதை பெருமையோடு தான் சொல்லிக் கொள்கிறேன். ജൂൺ 26 മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, DMK നേതാവ് വൈക്കോ, തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ സെൽവ പെരുന്തകൈ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കമൽഹാസൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. എതിരില്ലാതെ കമൽഹാസൻ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇനി കായിക വാർത്തകൾ നോക്കാം. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ലീഡ് നേടി. സെഞ്ചുറി നേടിയ ജോ റൂട്ടിന്റെ മികവിലാണ് ഇംഗ്ലണ്ട് 1ാം ഇന്നിംഗ്സ് ലീഡ് നേടിയത്. 150 റൺസ് എടുത്ത റൂട്ടിന്റെ 38ാം ടെസ്റ്റ് സെഞ്ചുറിയാണിത്. ഇതോടെ സെഞ്ചുറികളുടെ എണ്ണത്തിൽ റൂട്ട് കുമാർ സംഗക്കരയ്ക്കൊപ്പം 4ാം സ്ഥാനത്തെത്തി. 66 റൺസ് എടുത്ത ബെൻ സ്റ്റോക്സ് പരിക്ക് മൂലം പിന്മാറി. 3ാം ദിനം ഇംഗ്ലണ്ട് 6 വിക്കറ്റ് നഷ്ടത്തിൽ 527 റൺസ് കടന്നിട്ടുണ്ട്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 358 റൺസിന് പുറത്തായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോടഞ്ചേരി പഞ്ചായത്തിലെ ചാലിപ്പുഴയിൽ തുടക്കമായി. തുടക്കക്കാർക്കുള്ള ഇന്റർമീഡിയറ്റ് മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. നിരവധി അന്താരാഷ്ട്ര താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിനകം തന്നെ കിഴക്കൻ മലയോര മേഖലയുടെ അഭിമാനമായി മാറിയ അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിങ്ങിന്റെ ഫ്ളാഗ് ഓഫ് പുലിക്കയത്ത് വെച്ച് ലിൻഡോ ജോസഫ് MLA ആണ് നിർവഹിച്ചത്. കാലവർഷത്തിന്റെ കരുത്തിൽ ചാലിപ്പുഴയുടെ വള്ളങ്ങൾ കലങ്ങിമറിഞ്ഞെങ്കിലും ഇതൊന്നും കയാക്കർമാരെ ബാധിച്ചില്ല. ആദ്യ ദിനം തുടക്കക്കാർക്കുള്ള മത്സരങ്ങളാണ് നടന്നത്. ഒളിമ്പിക്സ് മത്സര ഇനങ്ങളായ ബോട്ടർ ക്രോസ് മത്സരത്തിന്റെ പുരുഷ വനിതാ ടീമുകളുടെ ഇന്റർമീഡിയറ്റ് മത്സരങ്ങൾ പുലിക്കയം ചാലിപ്പുഴയിൽ നടന്നു. കേരള ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ത്രിതല പഞ്ചായത്തുകൾ എന്നിവ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ 11ാമത് എഡിഷൻ സംഘടിപ്പിച്ചത്. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായി ഞായറാഴ്ച വരെയാണ് മത്സരങ്ങൾ നടക്കുക. നിരവധി വിദേശ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രോ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. എക്സ്ട്രീം സ്ലാംലം ഫൈനൽ, ഡൗൺ റിവർ എന്നീ മത്സരങ്ങൾ ഞായറാഴ്ച പുല്ലൂരാമ്പാറയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും നടക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. ബ്രിട്ടനിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപിലെത്തി. ഉജ്ജ്വല സ്വീകരണമാണ് ഇവിടെ മോദിക്ക് ലഭിച്ചത്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു, വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി, ധനമന്ത്രി, ആഭ്യന്തര സുരക്ഷാ മന്ത്രി എന്നിവർ ഉൾപ്പെടെ ഉള്ളവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. 2 ദിവസത്തെ ബ്രിട്ടീഷ് സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി മാലദ്വീപിലെത്തിയത്. നാളെ നടക്കുന്ന മാലദ്വീപിന്റെ 60ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തിയത്. ഇന്ത്യയുടെ സഹായത്തോടെയുള്ള വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര, വികസന, പ്രതിരോധ മേഖലകളിലെ സഹകരണത്തിനുള്ള നാഴികക്കല്ലായി മാറുകയാണ് ഈ കൂടിക്കാഴ്ച. 2023 നവംബറിൽ ചൈന അനുകൂല നിലപാടുകൾ എടുത്ത മുഹമ്മദ് മുയിസു പ്രസിഡന്റായതിനു ശേഷം പ്രതിസന്ധിയിലായ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഈ സന്ദർശനം പ്രധാനപ്പെട്ടതാണ്.
പലസ്തീൻ പ്രശ്നത്തിൽ നിർണായക പ്രഖ്യാപനവുമായി ഫ്രാൻസ്. പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിന്റെ പ്രഖ്യാപനം. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വെച്ച് ഫ്രാൻസ് പ്രതിനിധി ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും സാധാരണക്കാരെ രക്ഷിക്കുകയുമാണ് അടിയന്തരമായി ചെയ്യേണ്ടതെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് വ്യക്തമാക്കി. ഗാസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു.